എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം എന്റെ ചാനൽ എന്ന് പറയുന്നത് ഭയങ്കര ചെറിയൊരു ചാനലാണ്. കുറച്ച് സമയം കൊണ്ട് റീച്ച് ആയിട്ടുള്ള ഒരു ചാനലാണ്. എനിക്ക് ഏകദേശം 2025 ഏറ്റവും കൂടുതൽ എനിക്ക് എന്റെ ചാനലിൽ റീച്ച് തോന്നിയിട്ടുള്ളത്. ബാക്കി ഞാൻ ഇടുന്ന വീഡിയോസ് ഉണ്ടെങ്കിലും ആൾക്കാർ കാണുന്നില്ല. 1 ലൈക്ക് 2 ലൈക്ക് 3 ലൈക്ക് ഇങ്ങനെയൊക്കെയാണ് എന്റെ ഒരു ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ 2025 ആയ സമയത്ത് ആണ് കുറച്ചും കൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങിയതും കോണ്ടന്റ്സ് ഇടാൻ തുടങ്ങിയതൊക്കെ ഈ 2025 പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇത് നമ്മള് എന്താ പറയാ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു പാഷനായി മാറും. സത്യം പറയാലോ, എനിക്ക് യൂട്യൂബിനോടൊന്നും വലിയ താല്പര്യമോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഒരു ചാനൽ തുടങ്ങിയത്. അറിയാലോ, ചെറുപ്പത്തിൽ എല്ലാവരുടെയും ഒരു ആർക്കും ഇല്ലാത്തവര് കുറവായിരിക്കും. ഒരു യൂട്യൂബ് ചാനൽ എന്നത് എല്ലാ പിള്ളേരുടെയും ഒരു ഭ്രാന്താണ്. ആദ്യമൊക്കെ ചുമ്മാ കളിതമാശയ്ക്ക് തുടങ്ങുന്നവരുണ്ട്, അല്ലെ സീരിയസ് ആയിട്ട് തന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ബട്ട് ഞാൻ തുടങ്ങിയത് ഒരു കളിതമാശയ്ക്കായിരുന്നു. അത് 6th എനിക്ക് നിങ്ങൾക്ക് അറിയാം, എന്റെ അനിയനെ ഞാൻ ഫോട്ടോയുടെ സൈഡിൽ കൊടുത്തേക്കാം. ഞാനും അവനും കൂടെ ഇങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്യണം ഒരു ചാനലൊക്കെ തുടങ്ങണം എന്നുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ ചാനലിൽ നേച്ചർ വ്ളോഗ്സ് എന്നൊരു പേര് ഞങ്ങൾ പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ലേ, സഡൻ ഒറ്റ മൈൻഡിലിട്ട ഒരു പേരാണ് നേച്ചർ വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു സംഭവം. ഇത് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തൊന്നും ഇട്ടല്ല. നമ്മളിങ്ങനെ ചുമ്മാ അവിടെ ഇന്ന് സംസാരിച്ച സമയത്ത് ഒരു ചാനൽ തുടങ്ങിയല്ലോ. അന്ന് വെക്കേഷൻ ടൈമാണ്. നമുക്ക് വെക്കേഷൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ പോലെ വലിയ ക്ലാസ് ഒന്നും അല്ലായിരുന്നു. അന്ന് ചെറുതായതുകൊണ്ട് നമുക്ക് പഠിക്കാൻ അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മള് കൂടുതൽ ടൈം ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ചെയ്തും അല്ലാതെ ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ വെറുതെ സംസാരിച്ചിരുന്നൊക്കെയാണ് കൂടുതൽ തീർക്കുന്നത്. പക്ഷെ ഇപ്പത്തെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഓരോ ക്ലാസ് കൂടുന്നവരെ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. പക്ഷെ നമുക്ക് ആ സമയത്ത് എന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു നാണക്കേടായിരുന്നു. അങ്ങനെയാണ്, നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ മടിയായിരുന്നു. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ അറിയാലോ, അതൊരു ഇതാണ്. കയ്യിൽ ക്യാമറ ഒക്കെ പിടിച്ചോണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കുക അല്ലെങ്കിൽ ഫോൺ സംസാരിക്കുക പറ്റി നമുക്കൊരു ഇതായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോ യൂസ്ഡ് ആയി സത്യം പറയുകയാണെങ്കിൽ. പിന്നെ എല്ലാവർക്കും എന്താ പറയാ, നമ്മുടെ ചാനലൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാത്തപ്പോ അതിനോടുള്ള ഇൻട്രസ്റ്റ് പോകും. പക്ഷെ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിൽ വീഡിയോസ് ഇട്ട് പോകണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫാൻസ് കൂടത്തുള്ളൂ, റീച്ച് കൂടത്തുള്ളൂ, ലൈക്സ് കൂടത്തുള്ളൂ, കമന്റ് എല്ലാം കൂടത്തുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നല്ല രീതിക്ക് തന്നെയാണ് ചാനൽ പോകുന്നത്. വലിയ മോശം പറയാനൊന്നുമില്ല. ഞാൻ ഹാപ്പിയാണ്. കാരണം പെട്ടെന്നാണ് നമുക്ക് റീച്ച് കൂടി തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഡെയിലി നമുക്ക് വീഡിയോ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പണ്ടെന്ന് വെച്ചാൽ നമുക്ക് ലൈക്കും വ്യൂ ഒന്നും ഇല്ലാത്ത സമയം നമുക്ക് എന്തിന് വീഡിയോ ഇടണം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. അപ്പോ ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. 500 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ അടിക്കട്ടെ. ഓക്കെ, സോ യാ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പ് ഞാൻ റിവീൽ ചെയ്യാം കേട്ടോ. ഞാൻ ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലൂടെ, പിന്നെ ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് വീഡിയോ എഡിറ്ററിലൂടെയാണ്. ചിലപ്പോൾ ഞാൻ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാറുണ്ട്. അത് അക്കോർഡിംഗ് ടു നമ്മുടെ ഒരു ടൈം അനുസരിച്ച്. അതായത് പെട്ടെന്നൊക്കെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഷോട്ടിലാണ് കൂടുതൽ എഡിറ്റ് ചെയ്യാറ്. കാരണം ഇൻഷോട്ടിൽ വെച്ചാൽ കുറച്ച് സിമ്പിൾ ആണ്. VN നമുക്ക് ഫോൺ ബാക്ക് അടിച്ച് പിന്നെ വേറെ ആപ്സ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇൻഷോട്ടാണ് യൂസ് ചെയ്യാറ്. VN നല്ല ആപ്പ് തന്നെയാണ്. രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പൊ ഞാൻ ഇതിലാണ് കൂടുതൽ ചെയ്യാറ്. പിന്നെ കുറെ പേര് CapCut ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ അതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ മിക്ക ആപ്പുകളിലും നമുക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇൻഷോട്ടിൽ അങ്ങനെയൊന്നും ഇല്ല. ഇൻഷോട്ടിലും എനിക്കറിയത്തില്ല ബാക്കി ആപ്പിന്റെ കാര്യം. എന്നാലും പ്രീമിയം എഡിറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെയൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ നോർമൽ എഡിറ്റ് ആണ് ചെയ്യാറ്. അത്യാവശ്യം റീച്ച് ഒക്കെ കിട്ടുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ വേണം. അപ്പൊ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഒരു ട്രൈപോഡ് വാങ്ങിക്കാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് ഒരു അങ്കിൾ ഗിഫ്റ്റ് ഒരു മൈക്കൊക്കെ തന്നു. ഭയങ്കര സന്തോഷം. സോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തുടരുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കൂളൊക്കെ തുടങ്ങി. മാക്സിമം വീഡിയോ ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഇതുപോലെ രാത്രി ഇപ്പൊ സമയം ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഇത്ര നേരം ഇരുന്ന് പഠിപ്പായിരുന്നു. കുറെ എഴുതാനുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 9:40 ഇപ്പോഴാണ് ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. ഇത് എഡിറ്റ് ചെയ്ത് കിടക്കുമ്പോഴത്തേക്കും ഒരു സമയമാവും. പിന്നെ നാളെ നമുക്ക് എണീറ്റ് വീണ്ടും സ്കൂളിലോട്ട് പോകണം. അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് എന്റെ പാഷനാണ് ഇമ്പോർട്ടന്റ്. എനിക്ക് മാത്രമല്ല അവനും യൂട്യൂബ് ചാനലാണ് ഇമ്പോർട്ടന്റ്. അത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്സ് ഒക്കെ ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾക്കും ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് തന്നെ നമ്മള് ഇനി തൊട്ട് വീഡിയോസ് ഒക്കെ ചെയ്യത്തുള്ളൂ. അപ്പോ സോ ഗൈസ്, ഭയങ്കര ഹാപ്പി. ഇപ്പൊ ഏകദേശം ഇപ്പൊ സമയം പറഞ്ഞില്ലല്ലോ, 9:45
ഇപ്പോഴാണ് ഇരുന്ന് നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും പഠിക്കാനും എഴുതാനും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഭയങ്കര ഹാപ്പി. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ പാഷനെ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവാ. നിങ്ങൾ ആരെയും എന്താ പറയാ, ആരെന്ത് വിചാരിച്ചു നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സക്സസിലോട്ട് ഇതാവാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ നിങ്ങളുടെ ഫാമിലി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റി എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളവരെ വെച്ച് നിങ്ങൾ ചാനൽ തുടങ്ങുക. അങ്ങനെ നിങ്ങൾ വലിയ നിലയിലെത്താം. അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. സോ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അടുത്തൊരു നല്ല ഒരു കണ്ടന്റ് ആയിട്ട് തിരിച്ചു വരാം ഗൈസ്. ബൈ.